ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാനും എൻ്റെ ഫാമിലിയും പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞങ്ങളുടെ അടുക്കളത്തോട്ടം. ഇത് പച്ചമുളക്, തക്കാളി. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പച്ചമുളകാണ്. പിന്നെ ഇത് ഞങ്ങളുടെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ പറിച്ച് കറി വെച്ചു. ഇത് അത് കഴിഞ്ഞുണ്ടായ ഒരു പൂവെന്ന് പറഞ്ഞാൽ ഇത് നാളെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങളുടെ നീല വഴുതനങ്ങ. ഇതിന് വളമായി ഉപയോഗിക്കുന്ന പറഞ്ഞാൽ പച്ചിലകളും ചാണകപ്പൊടികളുമാണ്. ഇതിന് ചാണകം ഇട്ടാൽ തണ്ടഴുകി പോവും. അതുകൊണ്ട് ചാണകം ഉണക്കി പൊടിച്ചാണ് ഞങ്ങൾ ഇതിനിടുന്നത്. ഇത് ഞങ്ങളുടെ വഴുതനങ്ങയാണ്. ഈ വഴുതനങ്ങ കേടായതാണ്. ഞങ്ങൾ ഇന്നലെ പുകല വെള്ളത്തിലിട്ട് സ്പ്രേ ചെയ്ത് അടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നാളെ നോക്കുമ്പം ഇത് നല്ലതായിട്ടിരിക്കും. ഇനി ഞാൻ കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാനും എൻ്റെ ഫാമിലിയും കൂടെ റോഡ് സൈഡിൽ കൂടെ തണൽ മരങ്ങളും ഔഷധ സസ്യങ്ങളും പഴവർഗ്ഗങ്ങളും ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി അത് കാണാൻ പോകാം. ഇവിടെയാണ് ഞങ്ങളുടെ പഴവർഗ്ഗ സസ്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ആദ്യം ഒരു പേര കാണാം. ഒരു പേര എന്ന് പറഞ്ഞാൽ ഒരു ഔഷധ സസ്യമാണല്ലോ പേര. ഈ പേരയുടെ കുരുന്നെടുത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഗുണങ്ങളുമാണ് ഈ പേര നട്ടുപിടിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ പേര. ഇതിലെ പേരയ്ക്ക ഈ കോവിഡിനെ തടയാൻ ആൾക്കാർ 10,000, 1,000, 100 രൂപ കൊടുത്ത് പേരയ്ക്കകൾ വാങ്ങിക്കുന്നു. ഇങ്ങനെ ഒരു പേര നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോവിഡിനെ തടയാൻ നമ്മൾ പേരയ്ക്ക പറിച്ച് തിന്നും. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കണ്ടല്ലോ. കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കുറേ പൈസ വേണ്ട കൂട്ടുകാരെ. അതുകൊണ്ടാണ് പേര് നട്ടുപിടിപ്പിച്ചേക്കുന്നത്. ഞാൻ നിങ്ങളുമായി കുറച്ച് സസ്യങ്ങളാണ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ഫാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നിന്ന് കായ്ഫലമൊന്നും പറിച്ചിട്ടില്ല. ഇത് കുഞ്ഞൊരെണ്ണമാണ്. ഈ ഇടയ്ക്ക് ലോക്ക്ഡൗണിൽ നട്ടാണിത്. ഞങ്ങളുടെ ഞങ്ങൾ വേനലൊക്കെ ആകുമ്പോൾ ഞങ്ങളും എൻ്റെ നാട്ടുകാരും കൂടെ ഇവിടെ കസാരയൊക്കെ ഇട്ട് ബെഞ്ചൊക്കെ ഇട്ട് വന്നിരിക്കാറുണ്ട്. ഞാൻ മഴയൊന്നും ഇല്ല, ഞാൻ ഇവിടെ വന്നിരുന്നാണ് ചോറൊക്കെ കൊണ്ടുവന്നത്. ഇത് ഞങ്ങളുടെ പയർ. ഇത് ഞങ്ങൾ ഞെരികുത്തി ഇതിൻ്റെ തന്നെ ഇല്ലിയുടെ തന്നെ ഞെരികുത്തി കയറ്റിട്ടേക്കാണ്. ഇവിടെ കുഞ്ഞ് അടുക്കളത്തോട്ടം പണിയാനാണ് എൻ്റെ ഉദ്ദേശം. ഇത് മത്തങ്ങ ഉണ്ടായിട്ടാണ് മത്തങ്ങയും കൂട്ടി ചോറുന്നത്. ഇനി നമുക്ക് ഈ മലപ്രദേശങ്ങളാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ ഒരു മലയിഞ്ചി. വെള്ളമില്ലാത്ത സ്ഥിതിയാണ് ഇവിടെ. ആ മലയിഞ്ചി കൃഷി ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മലയിഞ്ചി കൃഷിയാണ്. ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടെ ചേർന്ന് നടത്തിയ ഒരു മലയിഞ്ചി കൃഷി. ഈ വെള്ളമില്ലാത്തതിനാൽ ഇവിടെ മലയിഞ്ചി കൃഷിയാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ വിത്തൊക്കെ നല്ലതായിട്ട് വിറ്റാൽ നല്ല പൈസയും കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. നമുക്ക് എൻ്റെ മലയിഞ്ചി കൃഷിയിലേക്ക് വാ. ഇത് ഞങ്ങളുടെ മലയിഞ്ചി കൃഷി. ഒരു 1/2 ഏക്കറെന്ന് പറയാതിരിക്കും. ഇതിനൊരു മലയിഞ്ചി കൃഷി ഞങ്ങൾ മലയിഞ്ചി നട്ടുണ്ടാക്കിയത്. ഇത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കിള പറിക്കാനും ഇതിൻ്റെ മലയിഞ്ചി കൊണ്ടുവിടാനും മലയിഞ്ചി പറിക്കാനും എല്ലാം ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ സഹായിക്കാറുണ്ട്. ഇത് പഴുത്തു പോകുന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ ഒരു കത്രിക വെച്ച് ഇങ്ങനെ കണ്ടിച്ച് കളയാറുണ്ട്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു വാഴയും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഒരു വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ നീല വഴുതനങ്ങയല്ല, നല്ല വെള്ള വഴുതനങ്ങ, കുറേ ആഴ്ചയുള്ള വെള്ള വഴുതനങ്ങ. നമുക്ക് ഇനി അത് കാണാൻ പോകാം. ഇവിടെ അടുത്താണ് നമ്മുടെ വഴുതനങ്ങ. ഞങ്ങളുടെ വാഴ കേട്ടോ. ഏത്ത വാഴ കൊലച്ചിട്ടുണ്ട്, മൂത്തിരിക്കുന്നതാണ് ഏത്തവാഴ. ഇതൊരു കുഞ്ഞ് കരിമ്പാണ്. ലോക്ക്ഡൗൺ കാലത്ത് നട്ടുപിടിപ്പിച്ചതാണ്. ഇതിന് ഇവിടെ ഒന്ന് തെളിച്ചിടണം. കരികില വന്ന് മൂടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ പരിസ്ഥിതി ദിനത്തിന് നട്ട ഒരു ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന് നട്ടൊരു പേരയാണ്. നമുക്കിനി എൻ്റെ വെള്ളവഴുതനങ്ങ കാണാൻ പോകാം.
ഇതെവിടെയാണ് വെള്ളവഴുതനങ്ങ? ഇതാണ് ഞങ്ങളുടെ വെള്ളവഴുതനങ്ങ. ഇതിലൊരു കുഞ്ഞു കൈഫലം ഉണ്ടായിട്ടുണ്ട്. ഇതിലും പറയുന്ന പോലെ ചാണകപ്പൊടിയും എല്ലാമാണ് ഇതിലും ഇടുന്നത്. ചാണകപ്പൊടി, ഇല നമ്മൾ ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇല ഇതിൽ നിന്ന് തന്നെ പൊടിഞ്ഞു വീഴും. അവിഞ്ഞൊക്കെ കഴിയുമ്പോൾ നീരൊഴിക്കാറുണ്ട് ഞങ്ങൾ. പിന്നെ അടുത്ത ഇതും വാഴയാണ്. റോവസ്റ്റ വാഴ 2 എണ്ണം ഉണ്ട്, പൊലിച്ചിട്ടില്ല. പിന്നെ ഇത് ഗ്രാമ്പു. കൂട്ടുകാരെ, ഇതാണ് ഗ്രാമ്പു. ഗ്രാമ്പു എന്ന് പറയുമ്പോൾ പല്ലുവേദനയ്ക്ക് നമ്മൾ എന്നെ ചെയ്യുന്ന ഗ്രാമ്പു കഴിക്കും. ഗ്രാമ്പു കഴിച്ചില്ലേലും കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ഇതുണ്ടോ, ഒരു കുരുന്ന് പറിച്ചൊന്ന് ചവച്ച് നോക്കിയാൽ ഏത് പല്ലുവേനയും പുഴുക്കേടും പോകും. ഇത് ഞാൻ കഴിച്ചിട്ട് ഞാൻ നട്ടുവെച്ച ഒരു മുട്ടപ്പഴം. ഇതൊന്ന് കഴിച്ച് നോക്കണം, എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ. ഈ മുട്ടപ്പഴത്തിൻ്റെ ഞാൻ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞ് ഞാൻ നോക്കി ഇതൊരു വലിയ മരമാകും. പിന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ താറാവ്. ഞങ്ങളുടെ താറാവിൻ കൂട്ടം ഇതോടെയാണ്. നിങ്ങൾക്ക് ഫോണിൽ കൂടെ കേൾക്കാതിരിക്കും താറാവിന് ഒച്ച. ഇതാണ് ഞങ്ങളുടെ താറാവിൻ കൂട്ടം, താറാവിൻ കൂട്. 5 പെൺതാറാവും 1 ആൺതാറാവുമാണ് ഇതിലുള്ളത്. ഇതിനെ തുറന്ന് വിട്ടാൽ നമ്മുടെ പച്ചക്കറി എല്ലാം തിന്ന് കയറും. അതുകൊണ്ട് 2 ഡിഷിനകത്ത് ഭക്ഷണം ഗോതമ്പൊക്കെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ താറാവും തീറ്റയൊക്കെ അവർക്ക് വാങ്ങിച്ച് കൊടുക്കും. അപ്പം കടയില്ലാത്തതിന് ഗോതമ്പും അരിയും എല്ലാമാണ് കൊടുക്കുന്നത്. അരി എന്ന് പറഞ്ഞാൽ പച്ചരിയോ കേട്ടോ, നമുക്കിപ്പോൾ റേഷൻ പോലും അങ്ങനെ കിട്ടാറില്ല. പിന്നെ 1 ഡിഷിനകത്ത് കുളിക്കാനുള്ള വെള്ളം അതും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ട നിങ്ങൾ നീഡിൽ ഇതിങ്ങനെ കൊത്തുമ്പം ഇത് വന്ന് വെള്ളം കുടിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഷീറ്റ് ഇല്ലാത്തത് അതെന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പം താറാവിന് അവിടെ നിന്നാണ് കുളിക്കാം. മഴയുടെ കാരണം ഉള്ളതുകൊണ്ടായിരിക്കും താറാവ് അവിടെ പോയി നിൽക്കുന്നത്. നിങ്ങൾ നോക്കാൻ കാണും കുറേ കൂടുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. ഞങ്ങളിതിൽ 150ഓളം കോഴികൾ ഞങ്ങളിവിടെ വളർത്തിയതാണ്. വെള്ളപ്രശ്നത്താൽ പലതും ഞങ്ങൾ വിറ്റു. ഞങ്ങൾക്ക് മഴയൊക്കെ ആകുമ്പോൾ വാങ്ങിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഞങ്ങൾ ഇറച്ചിക്കോഴികൾക്കായും വിറ്റിട്ടുണ്ട്. ഇപ്പോൾ 1 കോഴിയുള്ളൂ ഞങ്ങൾക്കാകെ. ഇതൊരു കൂടാണ്. ഞാനും എൻ്റെ അച്ഛനും കൂടെ കാശ് കൊടുത്ത് വാങ്ങിച്ച പണിയിച്ചൊരു കൂട്. ഇതിനകത്ത് 1 തുള്ളി വെള്ളം പൊഴുമ്പില്ല. അതുപോലെ ഓടും വിറകെല്ലാം വെച്ച് അടച്ചിട്ടുണ്ട് ഞങ്ങൾ. ഈ 4 കൊള്ളം ഒരു നെറ്റ് വെള്ളം വെച്ച് കെട്ടി ഞങ്ങൾക്ക് മുയലും കുഞ്ഞിനെ വാങ്ങിച്ചിടാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് ഞങ്ങളുടെ കുഞ്ഞൊരടുക്കത്തോട്ടം. ചേന, ചേമ്പ്, കാച്ചിൽ, തെങ്ങ് എന്നിവ ഇതിലുണ്ട്. ഇത് ഞങ്ങളുടെ തെങ്ങ് ഈ ലോക്ക്ഡൗൺ കാലത്ത് വെച്ചതാണ്. ഇത് ഞങ്ങളുടെ ചേന. ഇതിൽ പ്രധാനമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ, ഞങ്ങൾ ടിഷ്യൂ കൾച്ചർ വാഴ. ഇതുണ്ട് ഒരു ടിഷ്യൂ കൾച്ചർ വാഴ. നിങ്ങൾ തെങ്ങും തൈ നോക്കിയപ്പോൾ കാണാം, അതിൻ്റെ അടുത്തുറന്ന ഇരിപ്പുണ്ട് ഒരു ടിഷ്യൂ കൾച്ചർ. പിന്നെ ഇത് ഞങ്ങളിവിടെ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല കൂട്ടുകാരെ. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞാനോ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എൻ്റെ അനിയത്തിയോ ചെയ്തതല്ല ഞാൻ പറയുന്നത്. എൻ്റെ സ്വന്തം മീൻകുളമാണ് നമ്മൾ കാണാൻ പോകുന്നത്. മീൻകുളം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മീനുണ്ട്. നമ്മുടെ മീൻകുളം എത്തിയിരിക്കുന്നു. ഓ എൻ്റെ പണി ഇതെന്നെ പോലും വിറകൊക്കെ വല മൂടിയില്ല, അതുകൊണ്ട് വീണതാണ് കൂട്ടുകാരെ. ഇതിനകത്ത് സോർട്ടായിൽ ഗപ്പി, പിന്നെ ആഫ്രിക്കൻ ഗപ്പി എന്നിവയുണ്ട്. സോർട്ടായിൽ എന്ന് പറഞ്ഞാൽ ഈ ചുമല മീൻ. ഇതിൻ്റെ വാല് നീട്ടമുള്ളതും തിന്നായിട്ടുമുള്ളതാണ് ആൺമീൻ, അല്ലാതെ ഉരുണ്ടിരിക്കുന്ന പെൺമീൻ. ഇതിനകത്ത് ആഫ്രിക്കൻ ഗപ്പി, സാധാരണ ഗപ്പി എന്നിവയുണ്ട്. നമുക്ക് ഇത് കണ്ട ഒരു ഗപ്പി, അത് പിടിച്ചാൽ പോലും കിട്ടിയല്ല, ഇതുപോലത്തെ സ്പീഡാണ് കൂട്ടുകാരെ. ഇതിനകത്ത് പായലൊക്കെ ഇട്ട് പെട്ടെന്ന് പടരുവേ. അതുകൊണ്ട് ഇതുകൊണ്ട് ഒരു മീൻ പോകുന്ന വാലൊക്കെ അതിൻ്റെ വയറൊക്കെ വീർത്താ ഇന്നോ നാളെ കുഞ്ഞിടാനുള്ള പരിപാടിയാണ് കൂട്ടുകാരെ. ഇത് ഞങ്ങളെ മാതളനാരകം. ഈ ലോക്ക്ഡൗൺ കാലത്ത് നട്ടാണ് കേട്ടോ. മാതളനാരകമുണ്ട്, റംബൂട്ടാനുണ്ട്. മാതളനാരകം 2 എണ്ണം ഉണ്ട് കേട്ടോ. റംബൂട്ടാൻ 1 ഉള്ളൂ. ഇത് മരമാകാൻ സാധ്യത ഉണ്ടെന്ന് ഒരുമാതിരി മരമായി.
കുറച്ചും കൂടെ ആയാൽ ഞങ്ങൾക്ക് കായ്ഫലമൊക്കെ കിട്ടും. ഈ റംബൂട്ടാൻ കോവിഡിനെ തടയാൻ നല്ല പ്രതിരോധമുള്ള സാധനമാണ്. ചിലർ മുള്ളമ്പഴമെന്നും പറയും. ഇനി എൻ്റെ വീട്ടിൽ കുളം മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു അക്വേറിയം കൂടെ ഉണ്ട്. ഞങ്ങൾ അലങ്കാരത്തിനായി വെച്ചിരിക്കുകയാണ്. നമുക്കിനി കൂട്ടുകാരെ അത് കാണാൻ പോവാം. കൂട്ടുകാരുടെ എൻ്റെ വീടിൻ്റെ ഉള്ളിലാണ് അക്വേറിയം. കൂട്ടുകാർ ഇത് അക്വേറിയം. ഇതിനകത്ത് ഗോൾഡ് ഫിഷ്, കുറച്ചുമ്പോ പറഞ്ഞ പോലത്തെ സോർട്ടൈല്, പിന്നെ ഗോൾഡ് ഫിഷ്, സോർട്ടൈല്, ആഫ്രിക്കൻ ഗപ്പി, സാധാരണ ഗപ്പി, പിന്നെ ഫൈറ്ററും റെഡ് കാർപ്പ് ഇതിനകത്തുണ്ട്. ഇത് പ്ലാസ്റ്റിക് ചെടികളൊക്കെയാണ്. ഇത് പ്ലാസ്റ്റിക് ചെടി, കളർ കല്ലുകൾ, ഇത് ശംഖ് എന്നൊക്കെയാണ് ഇതിനുള്ളത്. ഇതിന് കൂട്ടുകാരെ നമ്മൾ 4ാം ക്ലാസ്സിലായിട്ടും ഈ ക്ലാസ്സിൽ ഞാൻ ബേസിക് സയൻസിലും എല്ലാം നമ്മൾ പഠിച്ചില്ലേ കൂട്ടുകാരെ. കുളത്തിലെ മീനിന് ഓക്സിജൻ വേണ്ട. പക്ഷേ എന്താ ഇതിൻ്റെ കാരണം? ഇതിന് ഓക്സിജൻ വേണം. ഞാൻ അരമണിക്കൂറത്തേക്ക് ഞാൻ ഊരി വെച്ചിരിക്കുകയാണ്. ഇതിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ ചത്തുപോകും. പിന്നെ ഇതിൻ്റെ ഫുഡാണ് മെയിൻ ഐറ്റം. കുളത്തിലെ മീനല്ല ചോറോ എല്ലാം കൊടുത്താലും മതി. ഇതിന് ഫിഷ് ഫുഡ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഫിഷ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ റോസും ഗ്രീനോളം ഇല്ലേ, അതാണ് ഞാൻ തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊടുക്കുന്നത്. നമുക്കിനി എൻ്റെ ഗ്രാൻഡ് ഫാദറും ഞാനും ചേർന്ന് നടത്തിയൊരു കൊടിയാണ്. ആ കൊടി കാണാൻ പോകും. അതായത് ഇതാണ് എൻ്റെ കൊടി. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൂടെ കൊടി എന്ന് പറയാം. ഗ്രാൻഡ് ഫാദർ ഇതുണ്ടല്ലോ, ഏണി വെച്ച് പറിക്കാൻ കയറുമ്പോൾ കൂടെ നിന്ന് ആഴെ പോകുന്നു, കയ്യിൽ നിന്ന് ആഴെ പോകുന്നതൊക്കെ എന്നോട് പെറുക്കാൻ പറയും. ഞാനത് പെറുക്കി ഉണക്കി ഒരു ചാക്കിനകത്ത് കിട്ടും. ചാക്കിനകത്ത് കയറി നേരെ കൊണ്ട് കടയിൽ വിൽക്കും. അത് വിറ്റിട്ടാണ് പരിപാടി കൂട്ടുകാരെ. മീൻ കുഞ്ഞുങ്ങളെ ഞാൻ ഇഷ്ടം പോലെ വാങ്ങിക്കും. മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് ഒരു കുഞ്ഞിക്കുളം കൂടെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് ഉണ്ടാക്കണം. ഇനി ഇരിപ്പുണ്ട് 5-6 കിലോളം കൂടെ വീട്ടിൽ മീനുകളൊക്കെ ഉണ്ടാക്കണം. ഇനി ഞങ്ങളുടെ ചീനിക്കിഴങ്ങാണ് കൂട്ടുകാരെ. ചീനിക്കിഴങ്ങ് മധുരക്കിഴങ്ങെന്ന് പറയും. നല്ല മധുരമാണ്. വെന്തട്ട് നല്ല തൊലിയൊക്കെ പൊഴിച്ച് കഴിക്കാൻ എന്തൊരു സാധാരണറിയാമോ. ഇനി ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടെ ലോക്ക്ഡൗണിൽ ഇരുന്ന കപ്പ മരച്ചീനി എന്നും പറയും. നല്ല സൂപ്പർ സാധനം. നമുക്കിനി അത് കാണാൻ പോകാം. ഇതാണ് കപ്പ. കൂട്ടുകാരെ കപ്പ ഇതാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലേ, പഴങ്ങളും പച്ചക്കറികളും അങ്ങനെ മരച്ചീനിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കണമെന്ന്, നല്ല ഊർജം വെക്കണമെന്ന് അങ്ങനെ ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടെ നട്ടു വളർത്തിയതാണ് ഈ കപ്പകൾ. ഇത് ചുമലത്തണ്ടൻ. നമുക്കിനി അപ്പുറത്തും ഒരു വലിയ സ്ഥലം കൂടെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ വെള്ളക്കൊയ്പ്പ സെറ്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ കാട് പറിക്കാനും കപ്പത്തണ്ട് നടാനും വളവിടാനും എല്ലാം ഞാനും കൂടിയിട്ടുണ്ട്. അതൊരു കുഞ്ഞു ഭാഗമാണ് ഞാനും. ഇതൊരു കുഞ്ഞ് ഞാലിപ്പോവാൻ വാഴയാണിത്. വാഴ, മാങ്ങ, മാവ്. ലോക്ക്ഡൗൺ കാലത്ത് നട്ടല്ല കേട്ടോ കൂട്ടുകാരെ. മലഞ്ചി. കൂട്ടുകാരെ എൻ്റെ ഒരു കുഞ്ഞൊരു കരിമ്പിൻ തോട്ടം ആണ് ആ കാണുന്നത്. കൂട്ടുകാർ ഇത് മാത്രമല്ല, എനിക്ക് അപ്പുറത്തും ഉണ്ട് കരിമ്പിൻ തോട്ടങ്ങൾ. പിന്നെ നമ്മൾ ഈ 4ാം ക്ലാസ്സിലെ കിസ്സി പഠിച്ചില്ലേ, പുഷ്പിക്കും തോറും ഫലം കുറയുന്ന ആ സാധനമാണ് ഈ നിൽക്കുന്നത്, കരിമ്പ്. എല്ലാവർക്കും ഈ വീഡിയോ കേട്ടതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇത് കൊച്ചു തെറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്, എങ്കിലും നിങ്ങളത് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിലും എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.